ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, എന്തെന്നാൽ എന്റെ ജനം രണ്ട് തിന്മകൾ ചെയ്തു. ജീവജലത്തിന്റെ രണ്ട് തിന്മകൾ. ഇനി വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. രണ്ട് തിന്മകൾ ചെയ്തു. ഏത് തിന്മ? ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. എവിടെയാ? 1 കൊരിന്തോസ് 1:30 പറയാം. ജീവജലത്തിന്റെ ഉറവ ക്രിസ്തു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. രണ്ടാമത് പറഞ്ഞത്, അപ്പോൾ ഒരു പാപം ചെയ്താൽ 2 തെറ്റാ ചെയ്യുന്നത്. ഒന്ന്, ജീവജലത്തിന്റെ അരുവി നമ്മൾ ഉപേക്ഷിക്കുന്നു. രണ്ടാമത് പറയാം, അവർ ജലം സൂക്ഷിക്കാൻ പറ്റാത്തതായ കഴിവില്ലാത്തതായ പൊട്ടക്കിണറുകൾ കുഴിക്കുന്നു. അല്ലേ? അപ്പോൾ ജീവജലത്തിൻ്റെ 2 തിന്മകൾ പ്രവർത്തിച്ചു. അപ്പോൾ ഒരു പാപം ചെയ്താൽ 2 തിന്മയെ വരുന്നത് അല്ലേ? 2 തിന്മ. ഒന്നേതാ? കർത്താവിനെ ഉപേക്ഷിച്ചു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പൊട്ടക്കിണർ തേടി. നമ്മൾ പ്രത്യേക സ്ഥലം ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. ദൈവമായിട്ടുള്ള ഉടമ്പടി നമ്മൾ പിൻവലിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ ഉടമ്പടി പിന്നെ പുനഃസ്ഥാപിക്കണമെങ്കിൽ സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്നും ഞാൻ മോചനം നേടണം. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരിക്കലും നമ്മൾ വിച്ഛേദിക്കരുത്. ഞായറാഴ്ച ദിവസം ജോലി ചെയ്യരുത്. ഞായറാഴ്ച ദിവസം നമ്മുടെ സ്ഥാപനം തുറക്കരുത്. കാരണം നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് 2 വഴിയിലൂടെ. ഒന്നെന്താ? കർത്താവിൻ്റെ ദിവസം. അതെന്താ? സാബത്തല്ല, കർത്താവിൻ്റെ ദിവസം. പഴയ നിയമത്തിലാണ് അതിനെ സാബത്തെന്ന് വിളിക്കുന്നത്, അല്ലേ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ അത് തിരുനാളാണ്. അപ്പോൾ ഉയർപ്പെന്താ? തിരുനാളുകളുടെ തിരുനാളാണ്. ഈ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. ഉയർപ്പ് തിരുനാളുകളുടെ തിരുനാളാണ്. യുക്യാറ്റിൽ പറയുന്നുണ്ട് എന്താ? ഈ തിരുനാളിൻ്റെ തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ. എല്ലാ ഞായറാഴ്ചയും ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ തിരുനാളാണ്. അല്ലേലിയാം. അപ്പോൾ തിരുനാളുകളുടെ തിരുനാളും അതാണല്ലോ. തിരുനാളുകളുടെ തിരുനാളുണ്ടായതുകൊണ്ടാണ് ഉയർപ്പ് കഴിഞ്ഞതിനോട് ശേഷം ഉടൻ തന്നെ തിരുനാളുകൾ നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ അർപ്പിക്കുന്നത്. അല്ലേലിയാം. 2 സമയത്താണ് തിരുനാൾ മെയിനായിട്ട് അർപ്പിക്കുന്നത്. ഏതൊക്കെയാ? ഒന്ന് ക്രിസ്മസ് കഴിയുമ്പോൾ, അതോടൊപ്പം തന്നെ 2 ഉദ്ധാനം കഴിയുമ്പോൾ. അല്ലേലിയാം. അതുകൊണ്ട് ഇപ്പോൾ പറയാം, 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ അരുവിയായ എന്നെ അവർ ഉപേക്ഷിച്ചു. രണ്ടാമത് പറയാണ്, ജലം സൂക്ഷിക്കാൻ പറ്റാത്തതായ പൊട്ടക്കിണറുകൾ. ഇനി 3:13 നോക്കാം. 3:13 ഇപ്രകാരം പറയുന്നത്, അവിടെയും പറയാണ് അല്ലേ, നിന്റെ ദൈവമായ കർത്താവിനോട് നീ മറുതലിച്ചു. പച്ചമരങ്ങളുടെ കീഴിൽ പച്ചമരങ്ങൾ ഓക്കുമരത്തിന്റെ കീഴിൽ അന്യദേവന്മാർക്ക് നിന്നെ തന്നെ കാഴ്ച വെച്ചു. നീ എന്നെ അനുസരിച്ചു. നീ എന്നെ അനുസരിച്ച. അവരുടെ ചേട്ടന് ഒരു വാഹനം മേടിച്ചപ്പോൾ ഒരു ആഗ്രഹം, അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിക്കണമെന്ന്. ചേട്ടൻ നല്ലൊരു ജീപ്പാണ് മേടിച്ചത്. ജീപ്പ് മേടിച്ചിട്ട് ചേട്ടൻ ഈ ഷാപ്പ് ബിസിനസ് നടത്തുന്ന മനുഷ്യനാണ്. കൊള്ള ഷാപ്പ് ലാൻഡ് ചെയ്ത്. അപ്പോൾ ഈ മനുഷ്യൻ അവിടെ കൊണ്ടുപോയി ഇത് അടിമ വെച്ചു. ആലയത്തിൽ ഈ ജാതി ദേവന അടിമ വെച്ചു. അതിനുശേഷം ഈ ചേട്ടൻ ഓടിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒരു പൊക്കത്ത് നിർത്തി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി വെച്ചാൽ, വണ്ടി നിർത്തിയിട്ട് ചേട്ടൻ ഇറങ്ങിപ്പോയി. വണ്ടി താഴോട്ട് പോന്നു. എന്തായാലും ആക്സിഡൻറ്റ്, വലിയ ആൾക്കൊന്നും അപകടങ്ങൾ പറ്റില്ല. അതിനുശേഷം ചേട്ടൻ ഒരു കടബാധയിലേക്ക് പോയി. ചെറിയൊരു കടബാധ്യതയില്ല, കോടികളാണ്. ഇരിപ്പിടം കോടികളുടെ ആസ്തിയിൽ കടബാധ്യതയായി. അങ്ങനെ വന്നു ഈ സഹോദരൻ ഇവിടെ കാണാൻ വന്നു. നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, നിങ്ങളൊരു വിജാതീയ ദേവൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. ചേട്ടൻ്റെ പള്ളിയിൽ ഇഷ്ടംപോലെ ഒരച്ഛൻ വെറുതെ അവിടെ ഇരിപ്പില്ല, ഒരു പണിയില്ലാതെ. 3:13 പറയാണ്, ദൈവമായ കർത്താവിനോട് നീ മറുതലിച്ചു. പച്ചമരത്തിന്റെ ചുവട്ടിൽ അന്യദേവന്മാരെ നിന്നെ തന്നെ കാഴ്ച വെച്ചു. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തെ അല്ല ആരാധിക്കുന്നത്, നമ്മളെ തന്നെ കൊടുക്കുന്നത്. അല്ലേ? ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സമർപ്പണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുന്തിരിക്കയോ അല്ലെങ്കിൽ ഒരു ഓസ്തിയോ അല്ലെങ്കിൽ വീഞ്ഞോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മുന്തിരിയോ ആപ്പിളൊക്കെയും കൊടുക്കുക. അതല്ല ആരാധന, ആ സമർപ്പണം. എന്നെ തന്നെ കൊടുക്കുന്നതിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണല്ലോ യേശു ക്രിസ്തുവിനെ ദേവാലയത്തിൽ മാതാപിതാക്കളിൽ സമർപ്പിക്കാൻ കാഴ്ച കൊടുക്കുന്നുണ്ട്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പറയണത് പച്ചമരത്തിൻ്റെ ചുവട്ടിൽ നിങ്ങൾ എന്നെ നിങ്ങളെ തന്നെ നിങ്ങൾ അന്യ ദേവന്മാർക്ക് നിന്നെ തന്നെ കാഴ്ചവെച്ചു, നീ എന്നെ അനുസരിച്ചില്ല. ഈ കുറ്റങ്ങൾ നീ ഈ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞാൽ മതി. കർത്താവ് അരുളിച്ചെയ്യുന്നു, അവിശ്വസ്തയായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ. ഇങ്ങനെയുള്ള വചനങ്ങൾ കേട്ടിട്ട് നമ്മൾ നമ്മുടെ നാഥനാണ് യേശു ക്രിസ്തുവിനെ മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ യേശു ക്രിസ്തു വിശ്വസിച്ചിട്ട് വിജാതീയ ദേവന്മാരെ അർപ്പിക്കുന്ന, വിജാതീയ മക്കൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുത്ത്, അല്ലെങ്കിൽ വിദേശ ദേവനെ ആരാധിക്കുന്ന മക്കൾ നടത്തുന്ന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അവരുടെ ബലിവസ്തുക്കൾ സ്വീകരിച്ചിട്ട് ഈ ഏകനാഥൻ നമ്മുടെ കൂടെ ഉണ്ടാവോ? ഇല്ലല്ലോ. എന്നിട്ട് എന്താ പറയുന്നത് എന്ന് പറയുന്നത് 17:13 പറയാ, നിങ്ങൾ എന്താണ് വെച്ചാൽ ഭൂമിയിൽ എഴുതിയ പേര് പോലെ നിങ്ങളുടെ കുടുംബങ്ങളെ മാച്ചു കളയും. ഹല്ലേലൂയ. 17:13 പറയാ, എല്ലാം ഫാൻസി നമ്പറുകളാണ്. 2:13, 3:13, അടുത്തത് എന്താ 17:13 പറയാണ്, അത് എന്താ കോറാണ്. ഈ ജെറമിയ പ്രവാചകൻ ശബ്ദിക്കുന്ന ഗർജമായിരുന്നു. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, അവരെ പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിയുന്നത്. ഹല്ലേലൂയ. രാജാവ് കേട്ടു ജെറമിയയ്ക്ക് അപകടം പറ്റി. എന്ത് ചെയ്തു? വീട്ടിലുണ്ടായ ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കാൻ വേണ്ടി വിടുക. കാരണം അവൻ പറയുന്ന എല്ലാ കാര്യം നടക്കുന്നുണ്ട്. കാരണം എന്താ? അതുകൊണ്ട് അവൻ പറയുന്നത് നടക്കുന്നത് കൊണ്ട് അവനെതിരെ പ്രതിക. നിങ്ങൾ നോക്കുക 18:18, ജെറമിയ 18:18 ഇപ്രകാരം പറയണത്, എന്നാൽ പുരോഹിതന്മാരുടെ നാവിൽ നിന്നും നിയമോപദേശമോ അല്ലേ, എന്തെന്നാൽ പുരോഹിതനിൽ നിന്നും നിയമോപദേശമോ, ജ്ഞാനിയിൽ നിന്ന് ആലോചനയോ, പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല. പ്രവാചകനിൽ നിന്നും വചനോ നശിച്ചു പോവുകയില്ല. പഴയ നിയമമാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈ വ്യക്തി ആരാ? ഈശോ തന്നെയാണ്. ഞാനാണ് നിൻ്റെ നാഥൻ, നീ എന്നെ ഉപേക്ഷിച്ചിട്ട് നീ മറ്റൊരു ദേവൻ്റെ മേൽ ആരാധിക്കുക. പച്ചമരത്തിൻ്റെ ചുവട്ടിൽ നീ വിഗ്രഹാരാധന നടത്തിക്കഴിഞ്ഞാൽ നീ പൂഴിയിൽ എഴുതിയ പേര് പോലെയാവെന്ന് പറഞ്ഞാൽ നിൻ്റെ തലമുറ ആ ദേശത്ത് ഉണ്ടാവില്ല, ആ ദേശത്ത് നിലനിൽക്കില്ല. അല്ലേലിയ. അതുകൊണ്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്നാം പ്രമാണം ചെയ്യുന്ന തലമുറയെ ഞാൻ ഭിന്നിപ്പിക്കുകയും ചിതറിപ്പിക്കുകയും ചെയ്യും. യേശു ഏറ്റവും കൂടുതൽ ബന്ധിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈവിൾ പവറാണ്. ഇത് കറക്റ്റാണ്. ഈ കാലഘട്ടത്തിൽ പല ഡെലിവറൻസിൻ്റെ വൈദികർ അത് പറയുന്നുണ്ട്. കാരണം ഈശോ ഏറ്റവും കൂടുതൽ ബന്ധിച്ചിട്ടുള്ളത് ഈവിൾ പവറാണ്. ഈവിൾ പവറിനെ ബന്ധിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പിശാചിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. പിശാചിനെ ദൈവം ഒരിക്കലും സൃഷ്ടിച്ചില്ല. പിശാച് എങ്ങനെ വന്നു? പിശാച് വന്നത് എവിടെയാണെന്ന് വെച്ചാൽ മാലാഖമാർ ദൈവത്തെ പോലെ ആകാൻ പരിശ്രമിച്ചപ്പോൾ അവർ നിബന്ധിച്ചു. അതുകൊണ്ട് ഒരു മനുഷ്യ വ്യക്തിക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ മാലാഖയ്ക്ക് അറിയാവുന്നത് പോലെ തന്നെ പിശാചിനും അറിയാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നാളെ നോക്കാൻ പോകുന്നത് ആരാ? ഈവിൾ പവറാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ 16 തൊട്ടുള്ള തിരുവചനത്തിൽ പ്രകാരം കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പൗലോസും സീലാസും കൂടി എന്ന് പറഞ്ഞാൽ 13 കഴിഞ്ഞാൽ പിന്നെ പൗലോസും സീലാസുമാണ് പോകുന്നത്. അപ്പം അതിനു മുമ്പ് ആരൊക്കെയാണ്? പത്രോസും പൗലോസും കൂടിയാണ്. പത്രോസും പൗലോസും കൂടി തിരിഞ്ഞിട്ട് സുവിശേഷം പ്രസംഗിക്കുകയാണ്. പൗലോസ് ആരുടെ ഇടയ്ക്ക് പോയി? വിജാതിയുടെ അടുത്ത് ഈ സുവിശേഷം പ്രസംഗിക്കാൻ. പൗലോസിൻ്റെ കൂടെ ആരാ? സീലാസ്. അവിടെ 13 നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷമാണ് അവർ പ്രസംഗിക്കാൻ കൂടുമ്പോൾ 16-ാം അധ്യായത്തിൽ കാണാണ് 16 ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ, അപ്പോൾ പ്രാർത്ഥനാ സങ്കേതത്തിലേക്ക് പോകുമ്പോൾ ഭാവിഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. അതെങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം? എന്താണ്? തിരുനാളിൽ വലിയ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ തിരുനാൾ കൂടാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ വഴിയരികിൽ എന്തുണ്ടായിരുന്നു? ഭാവി ഫലം പ്രഖ്യാപിക്കുന്നവർ, കൈ നോക്കുന്നവർ, ശകനം നോക്കുന്നവരുണ്ടായിരുന്നു. ഞങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോഴാണ് അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കിതാ ഭാഗ്യം വരാൻ പോകുന്നു. ഭാഗ്യം വരാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ പള്ളിയിലേക്ക് പോകുന്നതിന് പകരം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കൈ നീട്ടി. എവിടെ നീട്ടി? മനുഷ്യനിലേക്ക് നീട്ടി. അങ്ങനെയല്ലേ? പ്രാർത്ഥനാലയങ്ങളിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ
ഭാവി ഫലം പ്രവചിക്കുന്ന ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. അപ്പോൾ അവനെന്താ, ഈ പൗലോസിനെയും സീലാസിനെയും അറിയാതെ ഇവളെന്ത് ചെയ്തു? ഇവൾ പറയാണ്, ദേ ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന അല്ലേ. പൗലോസിനെ പിറകെ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിന്റെ ഈ ദാസനാണ്. പെണ്ണല്ല പറയുന്നത്, ഇവളിൽ ഇരിക്കുന്ന ദുരാത്മാവ് പറയാണ്, ഇവരാരാണെന്ന് വെച്ചാൽ ഇവര് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരാണ്. ഇവരെന്ത് ചെയ്യുന്നു? അവർ നിങ്ങളുടെ രക്ഷയുടെ മാർഗം. ഇവരിയ്ക്കുന്നത് എന്തിനാ? ഇവരിയ്ക്കുന്നത് ഈ അടിമ പെൺകുട്ടിയെ ഇരുത്തിയിരിക്കുന്ന യജമാനന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത് ദിവസങ്ങളോളം ഈ പൗലോസിനെയും സീലാസിനെയും അലസ്യപ്പെടുത്തി, ശല്യപ്പെടുത്തി. അപ്പം എന്താ ചെയ്യുന്നത്? അവൻ തിരിഞ്ഞ് ഈ ആത്മാവ് ബാധിച്ച പെൺകുട്ടി ഒരിക്കലും ഈ ആലയത്തിലേക്ക് പോകുന്നില്ല. അവൾ ഇത്ര പറയുന്നുള്ളൂ, ഈ പോകുന്നത് ആരാണെന്ന് വെച്ചാൽ ഇവരിന്നതാണ്. ഹല്ലേലൂയ. അപ്പം ആ ആത്മാവിനെ രക്ഷിക്കാനുള്ള ബാധ്യതയും കടമയാർക്കുണ്ട്? പൗലോസിനും സീലാസിനും ഉണ്ട്. എന്തായാലും തിരിഞ്ഞെത്ത് പറഞ്ഞു, അവളിലെ ആത്മാവിനോട് അവളിൽ നിന്നും പുറത്തു പോകാൻ പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തു പോകാൻ പറഞ്ഞു. എന്തുണ്ടായി? തൽക്ഷണം അത് പുറത്തുപോയി. അപ്പോൾ ആത്മാവ് ബാധിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈവൾ പവറാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭാവി പ്രവചനം നടത്തുന്നത്. പക്ഷെ ദൈവം പറയുന്നത് ഭാവി പ്രവചനം നടത്താനായിട്ട് പരിശുദ്ധാത്മാവിന് മാത്രമേ പാടുള്ളൂ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചില കുട്ടികൾ ഇവിടെ വന്നിട്ട് പറയും, ഭാവി ഫലം ഇങ്ങനെയാണ്. ഞാൻ ജാതകം എഴുതി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നുമില്ല. ഒരു കുട്ടി ഇങ്ങനെ കഴിഞ്ഞ ദിവസം പറയാണ്, അവൾ 16 വയസ്സിൽ പറയുകയാണ്, അവൾ ഒരു മിശ്ര വിവാഹത്തിൽപ്പെടും. മിശ്രവാദം. അപ്പോൾ അപ്പനമ്മ ഇങ്ങനെ നോക്കിയിരിക്കുക, ദൈവമേ എവിടെ വന്ന കാര്യം മനസ്സിലായില്ലേ? ഈ കൊച്ചിനോട് എഴുതി കൊടുത്തിരിക്കുകയാണ്, ഈ കൊച്ച് 16 വയസ്സിലാകുമ്പോൾ ഒരു മിശ്ര വിവാഹം വരും എന്ന് പറഞ്ഞാൽ അവരുടെ ജാതിയിൽ നിന്നും വേറൊരു ജാതിയിലേക്ക് പോകും. അപ്പോൾ ഈ അപ്പനും അമ്മയും പേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നേക്കുക. അല്ലേലിയ. അതുകൊണ്ട് ആ വിചാര പ്രവർത്തിത്വം, മന്ത്രവാദം ചെയ്തു, കൈ നോക്കി, നാള് നോക്കി, അങ്ങനെ ഇത് നിസ്സാരമായിട്ട് കാണരുത്. അനുദപിച്ച് കുമ്പസാരിക്കണം. നഷ്ടപ്പെട്ട ഉടമ്പടി തിരിച്ചു പിടിക്കണം. നഷ്ടപ്പെട്ട ഉടമ്പടി പെട്ടെന്ന് കിട്ടില്ല. അതുകൊണ്ട് ലംഘിക്കരുതെന്ന് പറഞ്ഞാൽ കൈ ഒടിയാൻ എളുപ്പമാണ്, പക്ഷെ കൈ ഉണങ്ങാൻ എളുപ്പമല്ല. ഉണങ്ങിയാൽ ആദ്യത്തെ പോലെ ആകില്ല. കാലൊടിയാൻ എളുപ്പമാണ്, അല്ലേലിയ. കാലൊടിഞ്ഞാൽ ആദ്യത്തെ പോലെ ആകില്ല. അതുകൊണ്ട് ഉടമ്പടി ലംഘിക്കാൻ എളുപ്പമാണ്, അത് തിരിച്ചു കിട്ടാൻ എളുപ്പമല്ല, അല്ലേലിയ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ കാണുന്നതാണ് 6 തൊട്ട്. എന്താണെന്ന് വെച്ചാൽ ജോബിനെ കുറിച്ചുള്ള പരാതി എന്ന് പിശാച് പറയാം. എൻ്റെ മകൻ ജോബിനെ കണ്ടെന്ന് വെച്ചപ്പോൾ അപ്പോൾ ഈ ദൈവത്തിൻ്റെ അടുത്ത് വാദിക്കാനുള്ള കഴിവ് പിശാചിനുണ്ട്. നമ്മുടെ മേൽ കുറ്റാരോപണം നടത്താനുള്ള കഴിവ് ഈവൾ പവറിനുണ്ട് ദൈവത്തിൻ്റെ അടുത്ത്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു നാൾ തെറ്റിച്ച് ഞാൻ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഞാൻ ഒരു കൈ നോക്കി എന്താന്ന് ചോദിക്കും, അല്ലേ? ഇപ്പം എന്ത് ചെയ്താലും എന്താണെന്ന് ചോദിക്കുന്നു, അല്ലേ? അതുകൊണ്ട് നമ്മളിവിടെ പറയുന്നത് ഏകസത്യ ദൈവത്തിനല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു ബലി വസ്തുക്കളും സ്വീകരിക്കാൻ പാടില്ല. പുറപ്പാട് 19:6. ലോകം മുഴുവൻ എൻ്റെയാണ്. ക്രിസ്ത്യാനിക്ക് സ്വത്തുണ്ടായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ക്രിസ്ത്യാനിക്ക് എസ്റ്റേറ്റ് ഉണ്ടായതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ക്രിസ്ത്യാനിക്ക് ബിസിനസ്സിൻ്റെ മേഖല ഉണ്ടായി. ഇന്ന് ബിസിനസ് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ക്രിസ്ത്യാനി 7 ദിവസവും ബിസിനസ് ചെയ്യാൻ പോവുക, 7 ദിവസവും കച്ചവടം ചെയ്യാൻ പോവുക, അല്ലേലിയ. ക്രിസ്ത്യാനി ആകാൻ വന്നൊരു നമ്പൂതിരി തൃശ്ശൂർ ഭാഗത്തു നിന്നാണ്. അവൻ പച്ചക്കറി ബിസിനസ് ചെയ്യുന്നവനാ. അവൻ കർത്താവിൻ്റെ ദിവസം ആചരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കർത്താവിൻ്റെ ദിവസം. കാരണം എന്താ? അവൻ 6 ദിവസം ജോലി ചെയ്യും, ഒരു ദിവസം മാത്രം ചെയ്യാതിരിക്കും. അവനൊരു കടബാധ്യത വന്നു. ആ കടബാധ്യത എന്നാൽ ഇപ്പം എന്താ? കർത്താവ് അത് വീട്ടിൽ കൊടുത്തു, അല്ലേലിയ. ഏറ്റവും കൂടുതൽ കടബാധ്യതരാരാ? ക്രൈസ്തവരാ, അല്ലേ? 19:6 നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുവിൻ, എൻ്റെ ഉടമ്പടി ഏതാ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49-ാമത്തെ അധ്യായത്തിൽ ഉടമ്പടി സ്ഥാപിക്കുക യേശുവായിരുന്നു. യേശുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് 4 പ്രവചനങ്ങളിൽ 3-ാമത്തെ പ്രവചനം കണ്ട് പറയുന്നത് ഈശോ കുരിശിൽ കൊല്ലപ്പെട്ടത് ഉടമ്പടി സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു. ആരുമായിട്ട്? ദൈവവും മനുഷ്യനും തമ്മിൽ ഉടമ്പടി നഷ്ടപ്പെട്ടത് പിശാചിൻ്റെ മേൽ നിന്ന് തിരിച്ചു വാങ്ങാൻ വേണ്ടിയ ഈശോ, അല്ലേ? വായിക്ക് 19:6 വായിക്ക്. അതുകൊണ്ട് ലോകം മുഴുവനും
നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആരാണ്? എന്റെ സ്വന്തം ജനമായി. നമ്മൾ സ്വന്തം ജനമാണ്. കാരണം ഭൂമി മുഴുവൻ എന്റേതാണ്. ഭൂമി മുഴുവനും എന്റേതാണ്. ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മൾ ക്രൈസ്തവ വിശ്വാസത്തിൽ വളരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ക്രൈസ്തവ സാധാ മനുഷ്യരല്ല. ഞാനൊരു സ്ഥലത്ത് പെട്രോൾ അടിക്കാൻ പോയി. ഒരു പമ്പിൽ നോക്കുമ്പോൾ ഒരു ആരുമില്ല. അടുത്ത പമ്പിൽ പോകുമ്പോൾ തിരക്ക്, നല്ല തിരക്ക്. ഞാൻ ചോദിച്ചത് ഇവിടെ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു, ഈ പെട്രോൾ പമ്പിലെ പമ്പ് അടിച്ച് 1 ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ സാധാ പമ്പിൽ അടിക്കുന്നതിൽ നിന്നും എക്സ്ട്രാ മൈൽ. ചേട്ടന് മനസ്സിലായിട്ടുണ്ട്, പമ്പ് മനസ്സിലായിട്ടുണ്ട് അല്ലേ? അല്ലേ ലിയ? ഞാനൊരു 10 മിനിറ്റ് നിന്ന് അടിച്ചത്. കാരണം എന്താ വെച്ചാൽ അത് നോക്കുമ്പോൾ നമ്മൾ സാധാ പമ്പിൽ നിന്ന് അടിക്കുന്നതിനേക്കാളും സാധാ റേറ്റ്, പക്ഷെ ആ പമ്പിൽ കൊടുക്കുന്ന പെട്രോളിന് മൈലേജ് കൂടുതലാണ്. ക്രിസ്ത്യാനിക്ക് കൃപ കൂടുതലാണ്, ക്രിസ്ത്യാനിക്ക് അഭിഷേകം കൂടുതലാണ്. ഇനി നമുക്കൊരു വാക്യം കൂടി നോക്കാം. 2 രാജാക്കന്മാർ 21:6 വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം. പുതിയ നിയമത്തിൽ 4 യോഹന്നാൻ 4:23 ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ജനത്തെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് സമറിയാക്കാരി സ്ത്രീയോട് ഈശോ പറയാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന. നാളെന്ന് പറയുന്ന ശരീരത്തിൻ്റെ മേലാണ്. നാള് ജാതകം അല്ലെങ്കിൽ കൈനോട്ടം, ഇതെല്ലാം ശരീരത്തിൻ്റെ മേലാണ്. ആത്മാവിൻ്റെ മേലുള്ളതിനെ കുറിച്ചാണ് 21:6 പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ തൻ്റെ പുത്രനെ ബലിയർപ്പിക്കുകയും ഭാവി ബലപ്രവചനം, ശകുനം, ആഭിചാരം, മന്ത്രവാദം ഇതെല്ലാം ശരീരത്തിലാണ്. ശരീരത്തിൻ്റെ ആത്മാവ്. അടുത്തത് പറയാണ്, ഈശോ പറയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വന്നിരിക്കുന്നത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. കൈ നോക്കുന്നവരെല്ലാം അന്വേഷിക്കുന്നത്. നാളെ നോക്കുന്ന ക്രിസ്ത്യാനി എല്ലാം അന്വേഷിക്കുന്നത്. മന്ത്രവാദം ചെയ്യാൻ പോകുന്ന ക്രിസ്ത്യാനി എല്ലാം അന്വേഷിക്കുന്നത്. ആഭിചാര പ്രവൃത്തി ചെയ്യാൻ പോകുന്ന ക്രിസ്ത്യാനി എല്ലാം അന്വേഷിക്കുന്നത്. കർത്താവ് അന്വേഷിക്കുന്നത് ആത്മാവിലും സത്യത്തിലും ജീവനോടെ ആരാധിക്കുന്ന ആരാധന.